ഹായ് ഹലോ നമസ്കാരം. ഡെസ്റ്റിനേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സോ ടുമോറോ ഐ ആം ഗോയിങ് ടു ട്രാവൽ ടു മുംബൈ. അവിടെ ചെറിയൊരു ജോലിയുണ്ട്, അത് ചെയ്ത് തീർക്കണം. അപ്പോൾ 2 ദിവസം മിനിമം സ്റ്റേ ഉണ്ട് എനിക്ക് അവിടെ. സോ ഡെഫിനറ്റ്ലി ഈ 2 ദിവസം നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ബൈ ഫുഡ് വൈസ്, ബൈ ട്രാവൽ വൈസ്, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യും നമ്മൾ. സോ ഡെഫിനറ്റ്ലി ഈ മുംബൈ ട്രിപ്പ് ഐ ആം ഗോയിങ് ടു നെയിം ദിസ് വ്ലോഗ് ആസ് KTM, കേരള ടു മുംബൈ. So let's see how it is going to work, and definitely Mumbai upcoming വീഡിയോസിനകത്ത് നമുക്ക് കാണാം എന്തൊക്കെയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവിടെ. ഹീസ് സ്റ്റേയിങ് ഇൻ മുംബൈ, ഹീസ് എ മുംബൈയ. സോ ഡെഫിനറ്റ്ലി അവനും ഹെൽപ്പ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് മുംബൈ അവൻ്റെ രീതിയിൽ അവൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് അസ് ഓൾസോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഐ എം എക്സൈറ്റഡ് ഗോയിങ് ഫോർവേഡ് ടുമോറോ മോർണിംഗ് ടു മുംബൈ. Let's meet in Mumbai. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ബോർഡ് ചെയ്തു. ഇനി ഇവിടുന്ന് 2 മണിക്കൂർ മുംബൈ ഇറങ്ങിയിട്ട് നേരെ നെഹ്റുവിലേക്ക് പോകണം. അവിടെ ഒരു 2 മണിക്കൂർ സമയം. അതും കഴിഞ്ഞിട്ട് നെഹ്റുവിൽ നിന്ന് തിരിച്ച് കാന്തിവലിയിലേക്ക് വരണം. അവിടെയാണ് നമ്മുടെ ഫ്രണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. So I've reached to Mumbai. Now I have to take my bag. Then I have to go to P2 because in P2 only I will be getting the Uber. Then from there, taking the Uber, I will have to go to Nerul. Nerul is around about 30-35 kilometers. It will take half an hour or 1 hour time. And after that, completing all the works in Nerul, I will be coming back to Kandivali because my friend Soumya is waiting over there. So I will be meeting over there, and I will be going from there to his home. ഊബർ ടാക്സി വിളിക്കണം. അതിനുവേണ്ടി താഴേക്ക് പോകണം. P7 പോകാൻ പറഞ്ഞവർ. അപ്പോൾ അവിടെയാണ് ഊബർ ടാക്സി കിട്ടുന്നത്. അങ്ങനെ ഊബർ ടാക്സിയുടെ പിക്കപ്പ് പോയിന്റ് തപ്പി തളർന്നു. ആക്ച്വലി ഞങ്ങൾക്ക് പോകേണ്ടത് P7.
പുറത്തേക്ക് ഇറങ്ങി ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞ് P2-ലാണ്. P7-ഉം P2-ഉം തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. അത് ഫസ്റ്റ് ഫ്ലോറിലാണ് P7. അങ്ങനെ ഒരാളായിട്ട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ഡയറക്ഷൻ പറഞ്ഞു തന്നു. അങ്ങനെ P7-ലേക്ക് എത്തി. P7-ൽ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു പാർക്കിംഗ് സ്പോട്ടാണ്. ഇവിടെ ഊബറും ഓലയ്ക്ക് വേണ്ടിയിട്ട് പാർക്കിംഗ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വണ്ടി കിട്ടും. ഇവിടെ വന്ന് വണ്ടികൾ വെയിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി കിടക്കും. വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഹാച്ച് ബാക്ക് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നത് എല്ലാം വാഗനാർ വണ്ടിയായിരിക്കും. നമ്മുടെ വണ്ടിയും വാഗനാറാണ്. അപ്പം ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നെഹ്റൂൽ. So completed all the works in Nerul. കാണാനുള്ള ആൾക്കാരെയൊക്കെ കണ്ടു, ചെയ്തു തീർക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തു തീർത്തു. എല്ലാം ചെയ്ത് കഴിഞ്ഞ് ബേസിക്കലി 30-35 കിലോമീറ്റേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നന്നായിട്ട് തളരും. ബിക്കോസ് ലൈക്ക് ദ ട്രാഫിക് ഇസ് ഹെൽ ഔട്ട് ഓഫ് ട്രാഫിക്. ബട്ട് ഇറ്റ്സ് ഓക്കെ, എ ഗുഡ് എക്സ്പീരിയൻസ്. Still, I'm now going to Kandivali because my friend is waiting over there. So let's go. ഇവിടുത്തെ ഡ്രൈവേഴ്സിനെ സമ്മതിച്ചു കൊടുക്കണം. ഇതണ്ട, ഒരു ഇൻഡിക്കേറ്ററിൽ ഒന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് റൈറ്റ് ടേൺ എടുക്കുക. ഓട്ടോക്കാരൻ കണ്ടോ, നേരെ കൊണ്ടുവന്ന് ഓട്ടോയുടെ മുമ്പിലോട്ട് ഒറ്റ ചവിട്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് അവർക്ക് ചിലപ്പോൾ ആ ഒരു അവയർനെസ് കാണും. പക്ഷെ നമ്മൾ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാണ്. ബിക്കോസ് ലൈക്ക് ഞാൻ റിയലി ഐ വാസ് സ്കേർഡ്. പക്ഷേ ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. പിന്നെ ഇവിടെ വന്നപ്പോൾ വേറൊരു കാഴ്ച കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോഡ് സൈഡിൽ ആൾക്കാരിങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഫ്രം 4 ഞാൻ ഓട്ടോക്കാരനായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ് 4 മണി തൊട്ട് ഒരു 8-9 മണി വരെ ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ വരും. ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഇവർ വെജിറ്റബിൾസ് സെല് ചെയ്യും. ഇറ്റ് സീംസ് വെരി ഫ്രഷ് വെജിറ്റബിൾസ്. സോ ദിസ് ഈസ് ഓൾസോ വെരി ന്യൂ ഫോർ മീ. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. സോ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അങ്ങനെ ഞങ്ങൾ ബ്ലൂവേഴ്സ് 101 വന്നേക്കുവാണ്. കാന്തിവലിയിലാണ്. അപ്പം ഉച്ചക്കലത്തെ ലഞ്ച് കഴിച്ചില്ല. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ കൂടെ വന്ന് ഇവിടുത്തെ നല്ല ബെസ്റ്റ് ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്യാം. സൗമ്യ, സേ ഹായ്. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. ബോംബെയിലാണ് താമസിക്കുന്നവൻ്റെ പേര് സൗമ്യകുമാർ ദേ. അപ്പം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവൻ പറഞ്ഞ ഇവിടുത്തെ ബെസ്റ്റ് ഫുഡ് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ സിസ്ലറാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. സിസ്ലർ കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫുഡ് എൻജോയ് ചെയ്യാം. The ambience of this restaurant is so good. You can see all the 70s posters on the wall. The atmosphere is very good. The staff cooperation is very good. You can sit and you can spend your time as much as you can. ശരിക്കും സമയം പോകുന്നത് അറിയത്തേയില്ല. So this is what we have ordered. See the beauty of this sizzler. This is a baby lobster sizzler served with mashed potato, rice, creamy corn, sauteed vegetables, mashed potato in a capsicum. Beautifully done. This is what my friend ordered. Soumya ordered a chicken steak sizzler. This is also looking good. This sizzler is yum. The cubes which has been stuffed in the baby lobster, you have to eat it with the sauce. It is, I can't express the taste of it. This mashed potato, it is melting in my mouth. Seriously. And this rice, it is spicy but still so yum. So how is it, Soumya? Good? Please explain what all are there. So we have sauteed vegetables over here. Okay. With beans and carrots. Okay. And cauliflower. We
We have mashed potato and capsicum. Okay. We have our chicken steak sizzler. There's a chicken steak down here with the sunny side up. Okay. We have buttered noodles, cream corn, and we have the mushroom sauce with it. So you took a mushroom sauce. Yep, that's my personal choice. Okay. Different sauce available. Okay. So like you visit regularly over here or like I really regularly. okay. So what is the best over here? The best over here, I have all, had all, so I can't pinpoint one individually. Okay. ठीक है. But I love the sizzlers here. Sizzlers are the good. And Thank you for valuable comments. Okay. What is this? that's ginger ale. That's something which you can't drink after driving. It's just to see. Okay. So like this is alcohol or non-alcohol? It's non-alcoholic. Just to feel alcoholic. Okay. So thanks for your valuable comments. Thanks. Yeah, it's a right, sir. That's Mexi rice. Sorry? Mexi rice. Mexican rice. So this is a Mexican rice, spicy rice, and properly എല്ലാം റൈസിൻ്റെ ഓരോരോ റൈസ് ഇങ്ങനെ വേറിട്ട് നിൽക്കുക. ഗുഡ് ടേസ്റ്റ് ആൻഡ് awesomely cooked. And the best thing is ഇവിടുത്തെ ആംബിയൻസ് നല്ല ആംബിയൻസ്. So whenever you coming to Bombay, please try this place. They are providing a best sizzle over here. So this is a mashed potato and capsicum and blended with spinach. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ. നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങും മറ്റേ ചീരയും തോരൻ വയ്ക്കത്തില്ല, സെയിം അതേ ടേസ്റ്റ്. ഇതിനകത്ത് ഒരു സാധനം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നത് ചീസ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത് വരുന്നുണ്ട്. ടേസ്റ്റ് ഇസ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വെരി ടേസ്റ്റി ഫുഡ്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. സിസിലേഴ്സും നല്ല സൂപ്പർ സിസിലറായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീർത്തി കൂടെ ഇല്ല, ഡെഫിനറ്റ്ലി അതിൻ്റെ കുറവ് നമുക്ക് അടുത്ത വീഡിയോനകത്ത് കേരളത്തിൽ പോയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അത് പൂർത്തീകരിക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി അടുത്ത വീഡിയോ, നമ്മളെ നാളത്തെ വീഡിയോ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ വേറെ കുറച്ച് സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെ നോക്കാം, ഇനി പുതിയ വെറൈറ്റീസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ വെയിറ്റ് ഫോർ ടുമോറോ.